ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശമ്പളം കിട്ടുന്ന MLA-മാരുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ അത് ഈ കേരളത്തിലെ MLA-മാരുണ്ട് മുതലാളി. കേരളത്തിലെ MLA-മാരുടെ അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ മാസം 2000 രൂപയും. ഈ 2000 രൂപയ്ക്ക് 1 കിലോ കരിമീൻ പോലും കിട്ടുമെന്ന് സംശയം. അതുകൊണ്ടല്ലേ ഈ ക്രിസ്മസ് പൂജാന്റെ തെരഞ്ഞെടുപ്പിന് നിൽക്കാതിരുന്നത്. പിന്നല്ലേ മുതലാളി യാഥാപത്തായി പോയെന്ന് മനസ്സിലായത്. എല്ലാ മാസവും മണ്ഡല അലവൻസ് എന്ന പേരിൽ നമ്മുടെ മണ്ഡലത്തിലെ ഒരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 25,000 രൂപ, യാത്ര അലവൻസിന്റെ പേരിൽ TA-യും DA-യും ആയിട്ട് 20,000 രൂപ, വേറെ 20,000 രൂപയുണ്ടായിരുന്നു ഈ ക്രിസ്മസ് പൂജാന്റിക്ക് കേരളത്തിലെ മീൻ മാർക്കറ്റിൽ എല്ലാം പോകാനുള്ള പൈസയും. ടെലിഫോൺ അലവൻസ് എന്ന പേരിൽ എല്ലാ മാസവും 11,000 രൂപ പിന്നെയും കിട്ടും. ഇൻഫർമേഷൻ അലവൻസ് എന്ന പേരിൽ നമുക്ക് എല്ലാ മാസവും 4,000 രൂപ കിട്ടും. അതൊക്കെ ബുക്കും പേനയും പേപ്പറും ഒക്കെ വാങ്ങുന്നതിന് ഓരോ സബ്സ്ക്രിപ്ഷനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാം. അതിപ്പോ എഴുതാനും വായിക്കാനും അറിയണമെന്ന് ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാ മാസവും അതിഥികളെ സൽക്കരിക്കാനായിട്ട് 8,000 രൂപ. അതിപ്പോ അതിഥികളെ സൽക്കരിക്കണമെന്നില്ലല്ലോ, നമുക്ക് പുട്ടടിക്കാനുള്ളതായില്ലേ. അങ്ങനെ ഒരു മാസം എല്ലാം കൂടെ കൂട്ടി ആകെ മൊത്തം 70,000 രൂപ. ഈ ക്രിസ്മസ് പൂജാന്തി ഓർത്തത് മാസം 20,000 രൂപ നിൽക്കുന്ന. പിന്നല്ലേ മുതലാളി മനസ്സിലായത് ആനുകൂല്യങ്ങൾ പിന്നെ കടൽ പോലെ കിടക്കും. സർക്കാർ ബസ്സുകളിലും ബോട്ടുകളിലും ഒക്കെ സൗജന്യ യാത്ര, 1 വർഷത്തിൽ നമുക്ക് പെട്രോൾ അടിക്കാനും ട്രെയിനിൽ യാത്ര ചെയ്യാനും വിമാനത്തിൽ പോകാനും ഒക്കെ പരമാവധി 3 ലക്ഷം രൂപ വരെയുള്ള കൂപ്പണുകൾ. ഓരോ പ്രത്യേക മീറ്റിങ്ങുകൾക്കും നിയമസഭാ സമ്മേളനങ്ങൾക്കും നമുക്ക് TA-യും DA-യും വേറെ. TA എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് അലവൻസ്, നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസ. DA എന്ന് പറഞ്ഞാൽ ഡിയർനെസ് അലവൻസ്. പണ്ട് നമ്മൾ 100 രൂപ കൊടുത്ത 1 കിലോ മീൻ കിട്ടുമായിരുന്നു. ഇന്ന് അതേ 1 കിലോ മീനിന് നമുക്ക് 500 രൂപ കൊടുക്കും. പണത്തിന്റെ മൂല്യം കുറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി അഡീഷണൽ നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നമുക്ക് കിട്ടുന്ന പൈസയാണ് DA. നിയമസഭാ കാലയളവുകളിലും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് 25 രൂപ മുതൽ 200 രൂപ വരെ മുടക്കി ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന MLA ഹോസ്റ്റലുകൾ. പിന്നെ പ്രധാനമായിട്ടുള്ളത് പലിശരഹിത ലോണുകളാണ്. വാഹനം വാങ്ങുന്നതിനായി 10 ലക്ഷം രൂപ വരെയും വീട് വെക്കുന്നതിനായിട്ട് 20 ലക്ഷം രൂപ വരെയും പലിശയില്ലാതെ ലോണുകൾ കിട്ടുന്നു. പിന്നെ MLAക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ സ്റ്റാഫുകൾ 2 പേരെ വെക്കാം. അവർക്ക് ഓരോരുത്തർക്കും മാസം 20,000 രൂപ വീത ശമ്പളം ഗവൺമെന്റിന് കൊടുക്കും. ഇതിനു പുറമെ സർക്കാർ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സേവനവും കിട്ടും. ഇതുകൊണ്ടൊക്കെ തീർന്നെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഈ ക്രിസ്മസ് പൂജാന്തി. പിന്നെയല്ലേ ഇനിയും ഉണ്ടെന്ന് മനസ്സിലായത്. വീട്ടിലെ അടക്കം മൊബൈൽ ഫോൺ കണക്ഷന്റെ ലാൻഡ്ലൈൻ്റെയും ചാർജുകളും ബില്ലുകളും സർക്കാർ വഹിക്കുന്നു. സമ്പൂർണ്ണ ചികിത്സാ സഹായം, പരമാവധി 20 ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ്, പുസ്തകങ്ങളും മാസികകളും വാങ്ങുന്നതിനായിട്ട് വർഷത്തിൽ 15,000 രൂപ വരെ ആനുകൂല്യം. വിരമിച്ച ശേഷം എല്ലാ മാസവും 8,000 രൂപ വീതം ജീവിതകാലം മൊത്തം പെൻഷൻ. MLA ആയിട്ട് എത്ര വർഷം ഇരിക്കുന്നു അതിനനുസരിച്ച് ഈ പെൻഷന്റെ അളവും കൂടും. ഒന്നും പറയണ്ടെന്റെ പൊന്നു മുതലാളി. ഇപ്പൊ തോന്നി ഈ ക്രിസ്മസ് പൂജാന്റിക്കും തെരഞ്ഞെടുപ്പിന് എന്നും വല്ല MLA-യോ മന്ത്രിയോ ഒക്കെ ആയാൽ മതിയായിരുന്നു.